അപ്പം നോമ്പ് തുറക്കുന്ന സമയത്തോ അല്ലെങ്കിൽ അത്താഴത്തിനോ കഴിക്കാൻ പറ്റുന്ന നല്ല കിഡിലൗസ്കി ഒരു സ്മൂത്തി ആയാലും എന്തായാലും നമ്മുടെ പ്രോട്ടീൻ നോട്ട്സ് എല്ലാവരും വാങ്ങിച്ചു കാണുമായിരിക്കും അല്ലേ. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമല്ലേ. വല്ലപ്പോഴും ഒക്കെ ആരാ ഒരു മാറ്റം ആഗ്രഹിക്കാത്ത. അപ്പോൾ അത് അതിന് വേണ്ടിയിട്ടുള്ള അടിപൊളി സ്മൂത്തിയാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എങ്ങനെ ഉണ്ടെന്ന് പറയണം. അപ്പോൾ ലൈക്കും കമൻറ്റ് ഇടാൻ മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് റെസിപ്പി ആയിട്ട് വീണ്ടും നമുക്ക് കാണണ്ടേ. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നോക്കിയാലോ. അപ്പം കഴിഞ്ഞ ദിവസത്തെ ആ ഒരു പ്രോട്ടീൻ നോട്ട്സ് വെച്ച് എല്ലാവരും അത് ചെയ്ത് കാണുമല്ലോ. എങ്ങനെ ഉണ്ടായിരുന്നെന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇതേ നമുക്ക് വേറൊരെണ്ണം കൂടെ ഇപ്പം അത്താഴത്തിന് പല പല സാധനങ്ങൾ എടുത്ത് ഒരു എന്താ പറയുക ഡെയിലി ഒരു സാധനം തന്നെ ആകുമ്പോൾ നമുക്കൊരു മടുപ്പ് തോന്നും അല്ലേ. അപ്പോൾ നമുക്ക് ഇത് വെച്ച് തന്നെ വേറൊരു സാധനം കൂടെ ചെയ്യാം. ഒരു സ്കൂപ്പ് ഓട്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത്താഴത്തിനോ അല്ലെങ്കിൽ നോമ്പ് തുറക്കുമ്പോഴേ എടുക്കാം കേട്ടോ. ഹെൽത്തിയാണ്, ടേസ്റ്റിയാണ്. ഒരു സ്കൂപ്പ് ഓട്സ് അതിൽ കൂടുതലൊന്നും നമുക്ക് ആവശ്യമില്ല. ഞാൻ ഇന്ന് ഒരു ചെറിയ പഴമാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. എപ്പോഴും യൂസ് ആക്കേണ്ട, ഡയറ്റ് ചെയ്യുമ്പോഴത്തേക്കും എപ്പോഴും നല്ലത് നമ്മുടെ റോബസ്റ്റ തന്നെയാണ്. പിന്നെ അതിലേക്ക് ഒരു ആപ്പിൾ കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ ചിയാ സീഡ് കുറച്ചേ ഉള്ളൂ, വളരെ കുറച്ച്. അത്താഴത്തിനൊക്കെയാണ് എടുക്കുന്നതെങ്കിൽ വളരെ കുറച്ച്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഗുഡ് ലൈഫിൻ്റെ എല്ലാം ഹെൽത്തിയാണ്, ഗുഡ് ലൈഫ് പാലിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതാണ് ഞാൻ യൂസ് ആക്കുന്നത്. ഗുഡ് ലൈഫ് വല്ലപ്പോഴും മാത്രമാണ് കേട്ടോ എടുക്കുന്നത്. മിൽമയുടെ മഞ്ഞപ്പാൽ എല്ലായിടവും അവൈലബിൾ ആണ്. നമ്മളിവിടെ ആലപ്പുഴയിൽ അവൈലബിൾ ആണ്. ഓക്കെ, ഇനി നമുക്കിതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നല്ല ടേസ്റ്റിലുള്ള അടിപൊളി ഷേക്ക്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ചോദിക്കുന്നവരോട് നമ്മൾ ജസ്റ്റ് ഒന്ന് എപ്പോഴും യൂസ് ചെയ്യാനല്ല കേട്ടോ പറയുന്നത്. എല്ലാത്തിനും ഒരു പരിധി വെക്കുക. ഇത് വല്ലപ്പോഴും മാത്രം എടുത്താൽ മതി. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആ ഒരു എന്താ പറയുക ഫ്ലിപ്കാർട്ടിലോ ആമസോണിലൊക്കെ ഒന്ന് നോക്കിയാൽ മതി. ഇതിൻ്റെ പ്രോട്ടീൻ ഓട്സ് ഒന്ന് അടിച്ച് നോക്കിയാൽ മതി. അപ്പോൾ നമുക്കിത് ഇതിലേക്ക് ഒഴിക്കാം കേട്ടോ. ഇതിനകത്തേക്ക് കുറച്ച് ആപ്പിളോ അല്ലെങ്കിൽ മാതളവോ ഇട്ട് കൊടുത്താൽ നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്താണെങ്കിലും നല്ല ആ ജ്യൂസ് എടുക്കുന്ന സമയത്ത് ഇതുപോലെ എടുത്ത് നോക്കും. അപ്പോൾ നമുക്ക് അത്രയും ഫാസ്റ്റിങ്ങിൽ നിന്നിട്ട് നല്ലൊരു പ്രോട്ടീൻ്റെ ഇത് കിട്ടും. വല്ലപ്പോഴും എടുത്താൽ മതി. അതായത് ഇപ്പോൾ വീക്ക്ലി വൺസൊക്കെ ഈ ഒരു സ്മൂത്തിയോ അല്ലെങ്കിൽ നമുക്ക് അത്താഴത്തിനോ എടുക്കാം. വീക്ക്ലി വൺസ് എടുത്താൽ മതി. ഓക്കെ, നമ്മൾ പല പല സാധനങ്ങൾ ട്രൈ ചെയ്യുക. എന്തായാലും ഇത് ഹെൽത്തിയാണ്. നോമ്പായതുകൊണ്ട് ടേസ്റ്റ് ചെയ്ത് കാണിക്കുന്നില്ല. അപ്പോൾ ഇതാണ് കേട്ടോ സാധനം.